പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇതിലുള്ള കാൽഷ്യവും വൈറ്റമിൻ ഡിയും ഫോസ്ഫറസും നല്ല രീതിയിൽ ബോണിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ലീഫി വെജിറ്റബിൾസ് ആണ്. അതായത് ചീര, മുരിങ്ങ തുടങ്ങിയ ഏത് ലീഫി വെജിറ്റബിൾസും ഇതിലുള്ള കാൽഷ്യവും മഗ്നീഷ്യവും വൈറ്റമിൻ കെയും ബോണിന്റെ ഡെൻസിറ്റി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് നട്ട്സ് ആണ്. ആൽമണ്ട്, ചിയാ സീഡ്സ്, വാൾനട്ട് തുടങ്ങിയ നട്ട്സുകൾ ഇതിലുള്ള ഹെൽത്തി ഫാറ്റും കാൽഷ്യവും ബോണിന്റെ റിപ്പയറിങ്ങിനും ബോൺ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നാലാമതായിട്ട് ഫിഷ് ആണ്. ഫിഷിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡും വൈറ്റമിൻ ഡിയും കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടുകയും ബോണിന്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമതായിട്ട് എഗ് ആണ്. എഗ്ഗിലുള്ള പ്രോട്ടീനും വൈറ്റമിൻ ഡിയും ബോൺ മിനറലൈസേഷനും ബോണിന്റെ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. സോ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ പതിയെ നമ്മുടെ ബോണിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അപ്പം ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ബോണിനെ നല്ല സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആക്കി വെക്കുന്നതിലാണ് കാര്യം. താങ്ക് യു.